പറഞ്ഞു വരുന്നത് INS തമാലിനെ കുറിച്ചാണ്. അതായത് റഷ്യ ഇന്ത്യ സംയുക്ത സംരംഭമായ അത്യാധുനിക സംവിധാനമുള്ള കപ്പലാണ് INS തമാൽ. നമുക്കറിയാം, ഒരേ സമയം തന്നെ അത് പ്ലെയിനിലൂടെ, അതായത് പോർ വിമാനങ്ങൾ, മിസൈലുകൾ, അത്യാധുനിക യുദ്ധോപകരണങ്ങളെല്ലാം വഹിക്കുവാനുള്ള ശേഷിയുള്ള കപ്പലാണ് INS തമാൽ എന്ന് പറയുന്നത്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിൻ്റെ 8ാമത്തെ കപ്പലാണ് എത്തുന്നത്. റഷ്യ ഔദ്യോഗികമായി ഇന്ത്യക്ക് കൈമാറിക്കഴിഞ്ഞു. അടുത്തയാഴ്ച അത് നമ്മുടെ തുറമുഖത്തെത്തും. ഇന്ത്യയുടെ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് വലിയ പ്രകടശേഷി നൽകുവാൻ ശേഷിയുള്ളതാണ് ഈ INS തമാൽ എന്ന കപ്പൽ. കറാച്ചി തുറമുഖം വരെ ഇത് നമ്മുടെ പരിധിയിൽപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പലപ്പോഴും യുദ്ധ സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ ശത്രു രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് ആയുധബലം എപ്പോഴും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഈ INS തമാൽ വരുന്നതോടുകൂടി, ഈ INS തമാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 മീറ്റർ നീളമാണ്. അതുപോലെ 3900 ടൺ ഭാരമാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, 26% തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ടതാണ്. ഇനി അടുത്ത, ഇത് ലാസ്റ്റ് കപ്പൽ, വിദേശത്തിൽ നിന്ന് വരുന്ന അവസാനത്തെ കപ്പലാണ്. ഇനി വരുന്നത് നമ്മൾ എവിടെയാണ് നിർമ്മിക്കുന്നത്. കാരണം രാജ്യം അത്രത്തോളം വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ രാജ്യം വളർന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിനകത്ത് ഇത്ര ഒരു നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകത്തിൻ്റെ എത്ര വലിയ ശക്തമായ സൈനിക ശക്തിയാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. അതായത് ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച പാകിസ്ഥാനെ തകർത്തടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ സൈനിക ശേഷിയെ ലോകരാജ്യങ്ങൾ അത്ഭുതത്തോടെ കാണുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം. കാരണം എല്ലാവിധ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാൻ അകത്ത് കയറി അവരുടെ ഭീകര ക്യാമ്പുകളും അവരുടെ സൈനിക താവളങ്ങളുമൊക്കെ നമുക്ക് തകർക്കുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമാണ്. അപ്പോൾ ഇനി പുതിയ പുതിയ ആയുധങ്ങൾ വരുന്നതോടുകൂടി ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് പല മടങ്ങായി വർദ്ധിക്കുകയാണ്. ഇനി നമുക്കറിയാം, ഇത് നാവികസേനയ്ക്ക് മാത്രമല്ല കരസേനയ്ക്കും എല്ലാം അത്യാധുനിക ആയുധങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈനിക ബലം അതീവ ശക്തമായിരിക്കുകയാണ്. അതീവ ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി തന്നെ നമുക്കിന്ന് നിൽക്കുകയാണ്. അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തെ സൈനിക ശക്തി തന്നെയാണ് ഇന്ത്യ. വലിയ സൈനിക ശക്തിയാണ് എന്ന് നമുക്ക് പറയാം. ആത്മാഭിമാനത്തോടെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോട് പറയാം, ഞാൻ ഇന്ത്യയിൽ പിറന്ന വ്യക്തിയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഓരോ വ്യക്തികൾക്കും നമുക്ക് പറയാം.